ഹലോ ഗായ്സ്, ഓൾ ഇൻ വൺ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലബ് ഹൗസ് കുറേ പേര് ഇൻസ്റ്റാൾ ചെയ്തു. കുറേ നമ്മുടെ പ്രമുഖന്മാരായ ഡോക്ടർ ക്രൊമൻ്റൽ, സഞ്ജു ടെക്കി, മാഹിൻ മച്ചാൻ, അങ്ങനെ കുറേ പേര് സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ കുറേ പേര് ഇൻസ്റ്റാൾ ചെയ്തു. പക്ഷേ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം. നിങ്ങൾ അതിൽ കയറുമ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുത്തു, OTP വന്നു, OTP അടിച്ച് പേര് അടിച്ചു കൊടുത്തു, യൂസർ നെയിം അടിച്ചു കൊടുത്തു. യൂസർ നെയിം അടിച്ചു കൊടുത്ത ശേഷം നമ്മൾ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ കാണുന്നുണ്ടാവും, വി ഹാവ് റിസർവ്ഡ് അറ്റ് നിങ്ങളുടെ യൂസർ നെയിം ഫോർ യു ആൻഡ് വി വിൽ ടെക്സ്റ്റ് യു ആസ് സൂൺ ആസ് യുവർ അക്കൗണ്ട് ഈസ് റെഡി. ഇങ്ങനെയാണ് കാണിക്കുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് കയറണമെങ്കിൽ ആ ഓൾറെഡി ക്ലബ് ഹൗസിലുള്ള ഒരാൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കയറുമ്പോൾ നമ്മുടെ ഫോൺ നമ്പർ വെച്ചാണല്ലോ കയറുക. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ സേവ് ചെയ്ത ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ പോകും. ആ ക്ലബ് ഹൗസിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ക്ലബ് ഹൗസിലെ നോട്ടിഫിക്കേഷൻ പോകുമ്പോൾ എങ്ങനെ വരിക വെച്ചാൽ ജോയിൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഇഗ്നോർന്നും ഉണ്ടാവും. അപ്പോൾ ജോയിൻ തൊട്ടാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റും, ഇഗ്നോർ ചെയ്യണമെങ്കിൽ ഇതാക്കാനും പറ്റും. അപ്പോൾ ക്ലബ് ഹൗസിലോട്ട് കയറി കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻവൈസ് കാണാം. അപ്പോൾ അവിടെ മേലെയായിട്ട് ഇമെയിലിൻ്റെ ചിത്രത്തിലൊരിത് കാണാം. അവിടെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഒരാളെ ഓൾറെഡി ഇൻവൈറ്റ് ചെയ്തു, അതുകൊണ്ടാണ് അവിടെ 4 അല്ലെങ്കിൽ 5 ആണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ താഴെ ലോഡിങ് ആണ്, അവിടെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കോൺടാക്ട് ലിസ്റ്റ് വരും. അതിൽ പോയി കഴിഞ്ഞാൽ ഇൻവൈറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അയാളെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ലോഗിൻ ചെയ്യണ പോലെ തന്നെ ലോഗിൻ ചെയ്യുക. അവിടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. കാരണം ഞാൻ ഇൻവൈറ്റ് ചെയ്ത ആ ഫോൺ നമ്പറിലോട്ടാണല്ലോ. അപ്പോൾ ആ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ തനിയെ കയറാൻ പറ്റും. ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് തൊട്ട് OTP വരും, ചോദിക്കും. അപ്പോൾ OTP വരുമ്പോൾ OTP അടിച്ചു കൊടുക്കുക. അതിനുശേഷം അവർക്ക് തന്നെ കാണാൻ പറ്റും ഞാനാണ് അയാളെ ഇൻവൈറ്റ് ചെയ്തതെന്നുള്ളൊരു ഇതിലേക്ക് പോകും. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പ്രൊഫൈൽ സെറ്റ് ചെയ്യുക. ഞാനാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം പ്രൊഫൈൽ സെറ്റ് ചെയ്യുക. നെയിം അടിച്ചു കൊടുക്കുക. നെയിം അടിച്ചു കൊടുത്ത ശേഷം യൂസർ നെയിം അടിക്കുക. യൂസർ നെയിം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തതായി ചോദിക്കുന്നത് DP, പിന്നെ അതുപോലെ തന്നെ ഓരോ ഫോളോ ചെയ്യേണ്ടത് ചോദിക്കും. അക്കൗണ്ട് സെറ്റ് ആക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ക്ലബ് ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഓരോ വിഷയമായിട്ട് ഇത് ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ പോലെ ഫോട്ടോ, ഇമേജ്, വീഡിയോ ഒന്നും തന്നെ ഇടാൻ പറ്റില്ല. ഇത് ഓരോ വിഷയമായിട്ട് നമുക്കിങ്ങനെ ഓഡിയോ ചാറ്റാണ്. ഓരോ റൂം ഉണ്ടാവും, ഓപ്പൺ ആയിട്ടുള്ള റൂം ഉണ്ടാവും. ഇപ്പം തന്നെ ഇപ്പോൾ മലയാളിക്കൂട്ടം പറഞ്ഞൊരു പേജിൻ്റെ ക്ലബ് ഹൗസ് സംശയങ്ങൾ എപ്പിസോഡ് 5 അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്കും ഇവിടെ കൈ പൊക്കിയിട്ട് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർ പറയണത് നമുക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഇതാണ് ക്ലബ് ഹൗസ്. ഇത്രേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഓരോ വിഷയങ്ങളെ പറ്റി, ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ, അതിലൊക്കെ ഇങ്ങനെ ഓരോ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ എങ്ങനെ ഇൻവൈറ്റ് ലിങ്ക് ഇല്ലാണ്ട് കയറാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ഫേസ്ബുക്കോ ടെലിഗ്രാമോ ഏതെങ്കിലും ഒരു ആപ്പിൽ കയറിയ ശേഷം ക്ലബ് ഹൗസ് ഫ്രീ ഇൻവൈറ്റ് നടിക്കുക. അടിച്ചു കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പ് ഉണ്ടാവും. ഫേസ്ബുക്കിലാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ടെലിഗ്രാമിലാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ആ ലിങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു പേജിൽ അവരൊരു ലിങ്ക് തരും. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. തനിയെ ടെലിഗ്രാമോ ഫേസ്ബുക്കിലോ പോയിട്ട് ക്ലബ് ഹൗസ് ഫ്രീ ഇൻവൈറ്റ് നടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഒരു ലിങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ, അതിൽ 1000 പേരെന്നാണ് മാക്സിമം തോന്നും ഇൻവൈറ്റ് ആ ലിങ്കിലൂടെ കയറാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇതായിരിക്കും. അപ്പോൾ നമ്മുടെ കൺട്രിയും ഫോൺ നമ്പറും അടിച്ച് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോമിലോട്ട് നേരെ പോകും. അവിടെ നമ്മുടെ കൺട്രിയും ഫോൺ നമ്പറും അടിച്ച് കഴിഞ്ഞാൽ അവർ നമുക്കിതുപോലെ ഇൻവൈറ്റ് ചെയ്യണ പോലെ അവർ നമുക്കൊരു ഇൻവൈറ്റ് ആയിട്ട് മെസ്സേജിലോട്ട് ഒരു മെസ്സേജ് വരും. അതുവഴി നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുത്തല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ വെച്ച് സൈൻ ഇൻ ചെയ്യുമ്പോൾ തനിയെ തന്നെ ക്ലബ് ഹൗസിലോട്ട് കയറാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നു. അതുപോലെ തന്നെ ക്ലബ് ഹൗസിലായിട്ടുള്ള സംശയങ്ങളൊക്കെ തീർന്നെന്ന് തോന്നുന്നു. ബാക്കി എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് മെസ്സേജ് അയക്കുക. ക്ലബ് ഹൗസിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏതിൽ വെച്ചാൽ കയറി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഞാൻ തരുന്നതാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ വിലയും ചെയ്ത് ഹോൾ എന്തിനാണ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.